കുറച്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അനുഭവമാണിത്. 10ാം ക്ലാസ് ജയിച്ചു എന്ന് ചോദിച്ചാൽ കഷ്ടിച്ച് ജയിച്ചു എന്ന് പറയാം. ഇനി പഠിക്കണില്ലടാ എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ സായിപ്പിൻ്റെ ഭാഷയോട് എനിക്ക് വെറുപ്പാണെന്നും അല്ലാതെ പഠിക്കാനുള്ള സാഹചര്യം വീട്ടിലില്ലാഞ്ഞിട്ടല്ല, അതും പറഞ്ഞ് പുസ്തകസഞ്ചി ഒരു മൂലയിലേക്കിട്ട് പണിക്കിറങ്ങിയതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ രണഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച് പതിയെ നടന്നു തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല അലമ്പന്മാരായ 4 കൂട്ടുകാരെയും കിട്ടി. പിന്നീട് അങ്ങോട്ട് ഞാനും അവരിലൊരാളായി. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ പണിയും കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം ചുറ്റിക്കറങ്ങി തിരികെ വീട്ടിൽ മുളയുമ്പോൾ പാതിര കഴിയും. ഒന്നിനെയും പേടിയില്ലാതെ ആരോടാന്ന് ചോദിച്ച് തീരും മുമ്പ് അടിക്കുന്ന പ്രകൃതമുള്ള കൂട്ടുകാരാണ് കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ എന്ത് അടിപിടിയുണ്ടായാലും അതിൻ്റെ കാരണക്കാരായി ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പം എൻ്റെയും കൂട്ടുകാരുടെയും ഏകദേശ സ്വഭാവം പിടികിട്ടിയില്ലേ? ഇനി ഞാൻ ആ അനുഭവം പറയാം. ഒരു ദിവസം പതിവ് പോലെ പണി കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം അങ്ങാടിയിലെത്തി. അവിടെ ഞങ്ങൾക്കൊരു റൂമുണ്ട്. ക്യാരംസ് കളിയും അന്ന് ക്രിക്കറ്റ് കളിയോട് ഭയങ്കര ഭ്രാന്താണ്. ടി വിയിൽ വരുന്ന നമ്മുടെ ഒരു കളിയും ഒഴിവാക്കില്ല. ടി വി കാണലും പിന്നെ പലതരത്തിലുള്ള തള്ളുകളും തള്ളാൻ വേണ്ടിയുള്ള സ്ഥലമാണത്. അങ്ങനെ അവിടെ ഇരുന്ന് തള്ളി സമയം രാത്രി 1 മണിയായിട്ടുണ്ടാകും. ഞാൻ വീട്ടിൽ പോകാനായി ഇറങ്ങി. അങ്ങാടിയിൽ നിന്ന് നേരെ കാണുന്ന പോക്കറ്റ് റോഡിലൂടെ 1.5 കിലോമീറ്റർ നടന്ന് വലതുവശത്തുള്ള ഇടവഴിയിലേക്ക് കയറി കുറച്ചു നടന്നാൽ എൻ്റെ വീടായി. പോകുന്ന വഴിക്കാണെങ്കിൽ വീടുകളും കുറവാണ്. വെളിച്ചം പോയിട്ട് മിന്നാമിനുങ്ങിൻ്റെ വെട്ടം പോലും ഉണ്ടാവില്ല. സാധാരണ ഒരു മെഴുകുതിരിയും തീപ്പെട്ടിയും കയ്യിലുണ്ടാകും. അതിൻ്റെ വെളിച്ചത്തിലാണ് വീട് പറ്റാറ്. അന്നാണെങ്കിൽ അത് വാങ്ങാനും മറന്നുപോയി. അങ്ങാടിയിൽ തന്നെ ഒരു ചിപ്സ് ഉണ്ടാകുന്ന കടയുണ്ട്. അതിൻ്റെ മുൻപിൽ കുറേ പഴത്തണ്ട് കൂട്ടിയിട്ടുണ്ട്. ഞാനതിൽ നിന്ന് ഒരെണ്ണമെടുത്തു. വഴിയിൽ നായശല്യം തലേദിവസം ഓടിയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ലേ? ഇനിയിപ്പോൾ വല്ല നായയും വന്നാൽ ഓടണ്ടല്ലോ, തലമണ്ട അടിച്ച് പൊട്ടിക്കാലെന്ന് വിചാരിച്ച് പഴത്തട്ടും കറക്കി നടന്നു. കട്ട പിടിച്ച് ഇരുട്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും അത് തന്നെ റോഡ് പോലും ഏതാണെന്നറിയാത്ത കുടുങ്ങിപ്പോയി. അങ്ങനെ തപ്പിയും തടഞ്ഞും പോകുന്ന വഴിക്ക് കുറച്ച് മുന്നിലായി ഒരാൾ പോകുന്നത് കണ്ടു. അയാളുടെ കയ്യിൽ എന്തോ വെളിച്ചവുമുണ്ട്. ആരാപ്പോൾ എന്നെപ്പോലെ ഈ പാതിരാക്കുറുക്കൻ എന്നാലോചിച്ച് ഞാൻ അയാളുടെ അടുത്തെത്താൻ നടത്തത്തിന് വേഗത കൂട്ടി. ഇപ്പോൾ ഒരു 10 അടിയോളം അകലം ഞാനും അയാളും തമ്മിലുണ്ട്. എത്ര വേഗതയിൽ നടന്നിട്ടും അയാളുടെ അടുത്തെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അയാളുടെ കയ്യിലുള്ള വെളിച്ചത്തിൽ എനിക്ക് റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അയാൾ റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ് നടക്കുന്നത്. ഞാൻ റോഡിൻ്റെ വലതുവശത്ത് കൂടിയാണ് നടക്കുന്നതെന്നും ആ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായി. എന്തായാലും കുഴിയിലൊന്നും ചാടാതെ പോവാലോ, അതുതന്നെ വലിയ കാര്യമെന്ന് വിചാരിച്ച് ആശ്വാസത്തോടെ വച്ചു പിടിച്ചു. കുറച്ചു ദൂരം നടന്നിട്ടുണ്ടാകും. ഇപ്പോഴും അയാളും ഞാനും തമ്മിൽ ആ 10 അടിയോളം അകലം. ഇതെന്താ ഇങ്ങനെ? ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. വെള്ളമുണ്ടും ഷർട്ടുമാണെന്ന് തോന്നുന്നു. തലയിലൊരു വെളുത്ത കെട്ടുണ്ടോ എന്ന് സംശയം. വെളിച്ചം താഴേക്ക് മാത്രമേ ഉള്ളൂ. ഇനി വല്ല കള്ളനോ പ്രേതമോ മറ്റാണോ? ഒരു സംശയം. എന്ത് പണ്ടാരമികമാവട്ടെ, നമുക്ക് വീടെത്തിയാൽ മതിയിലൊന്ന് എൻ്റെ നേരെ വരുമ്പോഴല്ലേ, അപ്പം കാണാം. കൃഷ്ണൻ്റെ മാജിക് എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ ആ പഴത്തുണ്ടും കറക്കി. അയാളുടെ കയ്യിലെ വെളിച്ചത്തിൽ താഴേക്ക് നോക്കി അങ്ങനെ നടന്നു. ഇടയ്ക്ക് മുന്നോട്ട് എടുത്തു വെച്ച കാലൊരു താഴ്ചയിലേക്ക് പോയി. എന്തിലോ കാൽപാദം താഴ്ന്നു പോകുന്നത് പോലെ, പോരാത്തതിന് നല്ല തണുപ്പും. ഞാൻ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. അല്പം മുന്നിലായി നേരെ ഒരു വെളിച്ചം. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു വീടാണ്. ഇതിപ്പോൾ വീട്ടിലേക്ക് പോണ വഴിയിലൊന്നും ഇങ്ങനൊരു വീട് കണ്ടിട്ടില്ലല്ലോ. ഉള്ളൊരു ലാന്തലുയർന്നു. ഞാൻ മുന്നിലുണ്ടായിരുന്ന ആളെ നോക്കി. അത്രയും നേരം മുന്നിലുണ്ടായിരുന്ന ആളുമില്ല, വെളിച്ചവുമില്ല. ചുറ്റും നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല. അയാൾ എവിടെ പോയി? ചെറിയൊരു പേടി ഉള്ളിൽ കടന്നുകൂടിയു. ശ്വാസത്തിനൊക്കെ വല്ലാത്ത കിതപ്പ്. ചെണ്ട കൊട്ടുന്നത് പോലെ എൻ്റെ നെഞ്ചിടിക്കുന്നത് എനിക്ക് കേൾക്കാം. കാലെവിടെ താഴ്ന്നു കിടക്കുന്നതറിയാൻ പതിയെ കുനിഞ്ഞ് കൈകൊണ്ട് നിലത്ത് പരതി. കാല് ചേറിൽ പുതഞ്ഞിരിക്കുന്നു. വിറച്ച് ഞാൻ 2 കൈകൊണ്ട് പരതി നോക്കി. മുന്നിൽ മൊത്തം ചേറാണ്. ഇതെങ്ങനെ സംഭവിച്ചു? പേടിച്ചിട്ട് എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ധൈര്യം സംഭരിച്ച് ഞാൻ ചുറ്റും നോക്കി. കണ്ണുകൾ ഇരുട്ടിനോട് പൊരുത്തപ്പെട്ടു വന്നു. നടുക്കത്തോടെ ഞാൻ ആ സത്യം മനസ്സിലാക്കി. ഞാനിപ്പോൾ പാടത്താണ് നിൽക്കുന്നത്.
മുന്നിൽ കാണുന്ന വെളിച്ചം അക്കരെയുള്ളവർക്ക് നിസ്കരിക്കാനുണ്ടാക്കിയ ചെറിയ പള്ളിയിൽ നിന്നാണ്. അതായത് റോഡിൽ നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിയാതെ റോഡിലൂടെ നേരെ വന്ന് പാടത്തെത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വെറും 1.5 കിലോമീറ്റർ നടക്കേണ്ട ഞാൻ 5 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. നിൽക്കണതോ പാടത്തെ ചെളിയിലും. കൂരാക്കൂരിരുട്ട്. ഒരു ശബ്ദം പോലും എവിടും കേൾക്കാനില്ല. പേടിച്ചിട്ട് കൈയും കാലും വിറച്ചിട്ട് വയ്യ. എങ്ങനെയൊക്കെയോ കാല് ചെളിയിൽ വലിച്ചെടുത്തു. എങ്ങോട്ട് പോകണമെന്ന് ഒരൈഡിയയും കിട്ടുന്നില്ല. ഉറക്കെ നിലവിളിക്കണമെന്നുണ്ട്. പക്ഷേ നാവനക്കാൻ പോയിട്ട് വായൊന്ന് തുറക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയൊക്കെ ഉരുണ്ടുപിരണ്ട് വരമ്പത്തെത്തി. പിന്നൊന്നും നോക്കിയില്ല. സർവശക്തിയും സംഭരിച്ച് പള്ളിയിലെ വെളിച്ചത്തിലേക്ക് ഒരൊറ്റ മുറുക്കലാണ്. ഓടുമ്പോൾ കാലിനൊക്കെ ഭയങ്കര ഭാരം. ഓടാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് എവിടേക്കോ തട്ടി വീണുരുണ്ട് അവിടെ നിന്നീറ്റ് ഒരു വിധത്തിൽ പള്ളിക്ക് മുന്നിലെത്തി. അവിടെ എത്തിയതും ഒരൊറ്റ വിളിയായിരുന്നു, ഉസ്താദ് എന്ന്. എൻ്റെ വിളി കേട്ടതും വാതിൽ തുറന്ന് ഉസ്താദ് പുറത്തേക്ക് വന്നു. എന്തേ? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കുറച്ച് വെള്ളം വേണമെന്ന് ആംഗ്യം കാട്ടി. അയാൾ കയ്യിലെ ജഗ് എനിക്ക് എടുത്തു നേരെ നീട്ടി. ഞാനത് വാങ്ങി കുടുകൂടാ കുടിച്ചു. നല്ലോണം പേടിച്ചുല്ലേ? രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ നോക്കേണ്ടേ? സാരില്ല, ഒന്ന് മുഖം കഴുകിക്കോ. അയാൾ പറഞ്ഞതുപോലെ ഞാൻ മുഖം കഴുകി ജഗ് തിരികെ കൊടുത്തു. ഉസ്താദ് എന്ന് ഒന്ന് നീട്ടിലാക്കി തരാമോ? അയാൾ ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് എൻ്റെ ദേഹത്തേക്ക് തെളിച്ചു. പോയിക്കോ, നേരെ പോയാൽ മതി. ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കണ്ട. ഞാൻ അയാളെ ദയനീയമായിട്ടൊന്ന് നോക്കി. ഉസ്താദേ, ടോർച്ചുണ്ടോ? അയാളൊന്നും പറയാതെ ഞാൻ വന്ന ഇരുട്ടിലേക്ക് കൈ ചൂണ്ടി പോങ്ങാരാഗ്യം കാട്ടി. എങ്ങനെ അവിടെ നിന്ന് വീടെത്തിയും ചോദിച്ചാൽ അറിയില്ല. സിറ്റ് ഔട്ടിലുള്ള റൂമിലാണ് കിടപ്പ്. അതുകൊണ്ട് ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് പോകുന്നതും വീട്ടുകാർക്കറിയില്ല. എങ്ങനെയോ വീടെത്തി. റൂമിൽ കയറിയത് ഓർമ്മയുണ്ട്. ഉറക്കമുണർന്നപ്പോൾ കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നിയെങ്കിലും നടന്നതൊന്നും സ്വപ്നമല്ലെന്നും സംഗതി സത്യമാണെന്നും മനസ്സിലായത് സിറ്റ് ഔട്ടിലും റൂമിലും ഡ്രസ്സിലുമൊക്കെ ചെളി കണ്ടപ്പോഴാണ്. ചേറ് കണ്ട് അമ്മയുടെ ചോദ്യങ്ങൾക്ക് കുറച്ചു നേരം ഉരുണ്ട് കളിച്ചെങ്കിലും പിന്നെ ഉണ്ടായ കാര്യം പറഞ്ഞു. ഇതാണ് പറയുന്നത്, ഒന്നിനെയും പേടിയില്ലെങ്കിൽ പെരയുടെ തൂണിനെങ്കിലും പേടിക്കണമെന്ന്. അങ്ങനെ കുറച്ച് ഉപദേശങ്ങളും കുറ്റപ്പെടുത്തലുകളും സങ്കടങ്ങളും പറഞ്ഞ് അമ്മ അടുത്തു വന്ന് നെറ്റിയിൽ കൈവച്ചു. പനിക്കുണ്ടോ നിനക്ക്? ഇല്ല. എന്തേ? ചെക്ക, നിന്നെ പൊട്ടിത്തിരിച്ചതാണ്. കാരണന്മാരുടെ കുരുത്തം, അല്ലാതെ എന്താ പറയുക. ബാ, നമുക്ക് രണ്ടാൾക്കും കൂടി ആ മേലിയാരുടെ അടുത്ത് പോയി ഒരു ചരടുണ്ടാക്കി തരാൻ പറയാം. വല്ല പേടിയും തട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറിക്കോട്ടെ. നിങ്ങളൊന്ന് പോയിക്കേ, ഒരു പൊടിയും ഒരു ചരടും. അമ്മയോട് അങ്ങനെ പറഞ്ഞ് ഇറങ്ങിപ്പോന്നെങ്കിലും എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് ആലോചിച്ച് വട്ടായി. കാരണം വഴിമറന്ന് റോഡിന് നേരെ പോയതാണെങ്കിൽ അതിനെന്തെങ്കിലും കാരണം പറയാമായിരുന്നു. ഇതിപ്പോൾ ഞാൻ പോയിട്ടുള്ളത് ആ റോഡിൽ നിന്നും പാടത്തേക്കാണ്. അങ്ങനെ പാടത്തെത്തണമെങ്കിൽ റോഡിൽ നിന്നും വലതുഭാഗത്ത് തിരിഞ്ഞ് ഒരു പഞ്ചായത്ത് റോഡ്, അത് അവസാനിക്കുന്നത് ഒരു വീടിന് മുന്നിലാണ്. അവിടെ നിന്ന് കവുങ്ങിൻ തോട്ടത്തിന് നടുവിലൂടെയാണ് പാടത്തെത്തുക. അങ്ങനെ വന്നാൽ മാത്രമേ പള്ളിയുടെ അടുത്തെത്തൂ. ഞാനിങ്ങനെ അവിടെ എത്തി. എൻ്റെ മുന്നിലുണ്ടായിരുന്നത് മനുഷ്യനാണോ അതോ അമ്മ പറഞ്ഞതുപോലെ പൊട്ടിയുമാണോ? ആലോചിച്ച് കിളി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അന്ന് പണിക്ക് പോവാതെ ആ പള്ളിയിൽ പോയി ഉസ്താദിനെ കണ്ട് നന്ദി പറയാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ അയാൾ അവിടെ ഇല്ല. മദ്രസയിലേക്കോ മറ്റോ പോയതാവെന്ന് വിചാരിച്ച് തിരിച്ചു പോരാൻ നിൽക്കുന്ന നേരത്ത് ഒരു പരിചയക്കാരനെ കണ്ടുമുട്ടി. കാക്ക, ഇവിടുത്തെ ആ ഉസ്താദ് എവിടെ? നിങ്ങൾക്ക് വല്ല ഐഡിയയും ഉണ്ടോ? ഇജ്ജാ മടത്തലെ കുട്ടിയല്ലേ? ജേത് ഉസ്താദിൻ്റെ കാര്യം ചോദിക്കണേ. ഇന്നലെ രാത്രി ഇവിടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആളെ കോയാക്കാതെ സത്യം പറയുന്നു. എനിക്കൊരു കാര്യം പറയാനായിരുന്നു. അനക്ക് പിരാന്തടച്ചേക്കാൻ. ഇവിടെ എങ്ങനെ ഉസ്താദും മേലേരും ഒന്നുമില്ല. അയാൾ അത്യാവശ്യം നന്നായി കളിയാക്കിയിട്ട് അങ്ങോട്ട് പോയി. സംശയം തീർക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള വീട്ടിൽ പോയി അന്വേഷിച്ചു. അപ്പോഴാണ് ശരിക്കും കിളി പോയത്. അവിടെ അങ്ങനെ ഒരാളില്ലത്രേ. പിന്നെ രാത്രിയിൽ ആരും അവിടെ ഉണ്ടാവാറില്ലെന്ന്. ആ സംഭവം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞെങ്കിലും അവരത് കെട്ടുകഥ പറയാതെ പോടേന്നും പറഞ്ഞ് കളിയാക്കി വിട്ടു. പിന്നീടുള്ള രാത്രികളിൽ വീട്ടിലേക്കുള്ള വഴിയിൽ ആ വെളിച്ചവുമായി വന്ന ആളെ തേടി നടന്നെങ്കിലും ഒരിക്കൽ പോലും അങ്ങനൊരു അനുഭവം പിന്നീട് ഉണ്ടായിട്ടില്ല. സംഭവം നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും ഇന്നും ഉത്തരമില്ലാതെ ഒരു പൊടി ചോദ്യങ്ങൾ ബാക്കിയാണ്. പൊട്ടി എന്ന് പറയുന്ന സാധനമുണ്ടോ, പ്രേതങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആരാണ് എൻ്റെ രക്ഷയ്ക്കെത്തിയത് എന്നും എനിക്കറിയില്ല. ഒരു കടങ്കഥ പോലെ ചില രാത്രികളിൽ ആ സംഭവം എൻ്റെ ഉറക്കത്തെ പലപ്പോഴും തടസ്സപ്പെടുത്താറുണ്ട്. ജീവിതവും കാലവും തമ്മിലുള്ള ഒരു ധാരണയാതെന്നത്
എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൻ്റെ രണഭൂമിയിൽ കൈമയും മറന്ന് പോരാടുന്നതിനിടയ്ക്ക് കാലം ചില ചോദ്യങ്ങൾ ചോദിച്ച് കടന്നുപോകും. നമ്മളതിൻ്റെ ഉത്തരം തേടി അലയുമ്പോൾ ജീവിതമങ്ങ് തീരുന്നതറിയില്ല.